ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രം ശേഷിക്കെ എ.പി. അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ വീണ്ടും നാടകീയ രംഗങ്ങൾ. വിമത MP സ്വാതി മലിവാളിന്റെ നേതൃത്വത്തിൽ നിരവധി സ്ത്രീകൾ യമുനയിലെ വെള്ളം നിറച്ച കുപ്പികളുമായി പ്രതിഷേധ പ്രകടനം നടത്തി. യമുനയിലെ വെള്ളം നിറച്ച പ്രതീകാത്മക കുളത്തിൽ കെജ്രിവാളിന്റെ കോലം മുക്കിയും പ്രതിഷേധിച്ചു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്കെതിരായ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നു. AIPയുടെ വിമത MP സ്വാതി മലിവാളിന്റെ നേതൃത്വത്തിലാണ് പാർട്ടിക്കെതിരെ ഭിന്നത രൂക്ഷമാകുന്നത്. കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ യമുന നദിയിലെ വെള്ളം നിറച്ച കുപ്പികളുമായി എത്തിയ സ്വാതി മലിവാളും പൂർവാഞ്ചലിൽ നിന്നുള്ള സ്ത്രീകളുടെ സംഘവും പ്രതീകാത്മക കുളത്തിൽ കെജ്രിവാളിന്റെ ഡമ്മി മുക്കി പ്രതിഷേധിച്ചു. പൂർവാഞ്ചലിൽ നിന്നുള്ള സ്ത്രീകളാണ് സ്വാതിയോടൊപ്പം കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ പ്രതിഷേധത്തിനെത്തിയത്. പ്രതിഷേധം ശക്തമായതോടെ പോലീസ് എത്തി പ്രതിഷേധക്കാരെ നീക്കം ചെയ്തു. കറുത്ത നിറത്തിലുള്ള വൃത്തികെട്ട വെള്ളമാണ് യമുനയിൽ ഒഴുകുന്നതെന്നും AIP അധ്യക്ഷൻ യമുന നദിയെ മലിനീകരിച്ചെന്നും സ്വാതി മലിവാൾ. കെജ്രിവാൾ കൊട്ടാരത്തിൽ ജീവിച്ച് വില കൂടിയ വാഹനങ്ങളിൽ കറങ്ങി നടക്കുമ്പോൾ യമുന നദി ജീവശ്വാസം വലിക്കുകയാണ്. 1000-ലധികം സ്ത്രീകളാണ് കെജ്രിവാളിനെതിരെ പ്രതിഷേധിക്കാൻ എത്തിച്ചേർന്നത്. യമുന നദിയിൽ മുങ്ങാൻ കെജ്രിവാൾ തയ്യാറാകണമെന്നും ഛത് പൂജ ചെയ്യാൻ സാധിക്കാത്തതിനാൽ പൂർവാഞ്ചലിലെ സ്ത്രീകളുടെ ശാപം കെജ്രിവാളിനെ ഏൽക്കുമെന്നും രാജ്യസഭാ MP പറഞ്ഞു. छठ पूजा पूर्वांचली कहाँ करें? लोगों में बहुत गुस्सा है क्योंकि जब जरूरत पड़ती है तब तो हाथ जोड़ के आ जाते हैं और जब जरूरत पूरी हो जाती है उसके बाद यमुना नदी का आज ये हाल हो जाता है. सारी महिलाओं का कहना है कि छठी मैया का श्राप लगेगा अरविंद केजरीवाल को. കഴിഞ്ഞ ദിവസമായിരുന്നു കെജ്രിവാളിന്റെ വീട്ടിലേക്ക് ട്രക്കുകളിൽ മാലിന്യം നിറച്ച് സ്വാതി മലിവാൾ എത്തിയത്. അന്ന് വികാസ്പൂരിലെ സ്ത്രീകളായിരുന്നു സ്വാതിക്കൊപ്പം ഉണ്ടായിരുന്നത്. കെജ്രിവാളിന്റെ കാരിക്കച്ചറും കയ്യിലെന്തി എത്തിയ സ്വാതി ഡൽഹിക്ക് കെജ്രിവാൾ നൽകിയ സമ്മാനം എന്തു ചെയ്യണമെന്ന ചോദ്യമായിരുന്നു അന്ന് ഉയർത്തിയത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ വിമത MPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതിഷേധ ശരങ്ങളെ ഡൽഹി ജനത ആയുധമാക്കുമോ എന്ന് കാത്തിരുന്നു കാണണം. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.